നിങ്ങളറിയോ, ഈ ആഴ്ച പുറത്തിറങ്ങിയ വലിയ കിതാബാണിത്, ഖുത്ബുൽ ആലം ഫീ മനാഖിബി ഖുത്ബിൽ ആലം. നമ്മളിറക്കിയതല്ല, മർക്കസിലെ പ്രധാനപ്പെട്ട ഉസ്താദ്, മർക്കദു തഖാഫത്തു സുന്നിയയിൽ ഇന്നും ജോലി ചെയ്യുന്ന അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഗുരുനാഥൻ 500 പേജുള്ള ഖുത്ബുൽ ആലം എന്ന് സ്ഥിരപ്പെടുത്തുന്ന കിതാബ് ഈ ആഴ്ചയിൽ പുറത്തിറങ്ങിയതാണ്. ഇനി ഞാൻ അതിൽ നിന്ന് 1-2 കാര്യം വായിക്കാം. ഇതിന്റെ 222-ാമത്തെ പേജ്. എന്താ പറയുന്നത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലിന്റെ മജ്ലിസിലേക്ക് നേരിട്ട് വന്ന സംഭവമാണ്. മഹാനരായ തഴവ ഉസ്താദ് വഅല് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തഴവ ഉസ്താദ് ഈ ഭാഗത്ത് വഅല് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉണ്ടായ ഒരു സംഭവം കണ്ടോളൂ. തഴവ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ യഖ്തുബു ഖുതുബത്തൻ ബലീഗ ഫീ വട്ടോളി, വട്ടോളിയിലാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, കൊടുവള്ളിക്കടുത്ത്. ഫജാഅ ശൈഖുനാ റളിയല്ലാഹു അൻഹു, മഹാനായ മടവൂർ ശൈഖുന വന്ന് ആ സദസ്സിലേക്ക് വന്നു. ഫകബ്ബറൽ ഹാദിറൂന ലിഖുദൂമിഹി, എല്ലാവരും തക്ബീർ ചൊല്ലി സ്വീകരിച്ചു ശൈഖുനയെ. ഫഖാല ശൈഖുനാ ലിൽ ഹുദ്ദാർ, മടവൂർ ശൈഖുന ഉടനെ പറഞ്ഞു, അയ്യുഹന്നാസ് ഖദ് ഹദറ ഫീ ഹാദൽ മജ്ലിസി അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫകബ്ബറ السامعون مرة ثانية لقدوم الحبيب صلى الله عليه وسلم إلى المجلس. മടവൂർ ശൈഖുന പറയാണ്, തഴവ ഉസ്താദ് വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിൽ ആര് വന്നിട്ടുണ്ട്? ലോകത്തിന്റെ നേതാവായ ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടുണ്ട്. ഹബീബായ തങ്ങൾ വന്ന മജ്ലിസാണിത്. ഹബീബായ തങ്ങൾ വന്നത് അവർ കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തക്ബീർ ചൊല്ലിയിട്ട് സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാത്രല്ല ഒരുപാട് കറാമത്തുകളിൽ ചില സദസ്സിൽ ശൈഖുന ചോദിക്കുന്നു, ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ സുഗന്ധം ആസ്വദിക്കണോ? ഹബീബായ തങ്ങളുടെ സുഗന്ധം നേരിട്ട് ആസ്വദിക്കണോ? ആളുകൾ പറയും, അതെ ഞങ്ങൾക്ക്, അതെ അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ആസ്വദിക്കാനുള്ള വഴിയുണ്ട്, ആഗ്രഹമുണ്ട്. ഉടനെ അതാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹത്തായ സുഗന്ധം ആ സദസ്സ് ആസ്വദിക്കുകയാണ്. ഖുത്ബുൽ ആലം ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിറ. അതുകൊണ്ട് ഒറ്റ വാക്ക് പറയാ, മശായിഖന്മാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ കാര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോ എന്തോ വ്യക്തിപരമായ പ്രശ്നം കൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ്, അദ്ദേഹത്തിനോടുള്ള പകപോക്കാൻ എന്ന് പറഞ്ഞ പലരുമില്ലേ? ഞങ്ങളെന്ന് ആവർത്തിച്ചു പറഞ്ഞ കാര്യം നിങ്ങൾക്കിടയിൽ തന്നെ അതാ ഉയർന്നു വന്നിരിക്കുന്നു. ആ ആശയം